ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. ഓണത്തിന് പറ്റിയ പായസം തപ്പി നടക്കുവാണോ? എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല പിങ്ക് പാലട പായസം വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ? പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഈ ഗ്ലാസ്സിനില്ലേ, ഈ ഗ്ലാസ്സിനാണ് ഞാനിവിടെ എല്ലാ മെഷർമെൻറ്റും കാണിക്കുന്നത്. നമ്മൾ പഞ്ചസാരയും അടയും ഒക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ ബാക്കിയുള്ള അളവുകളും എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് മട്ട അരിയുടെ അടയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു അട തന്നെ നമ്മൾ ചോദിച്ച് മേടിക്കണം, കടകളിലൊക്കെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു അടയായിരിക്കും നമ്മുടെ പിങ്ക് പാലടയ്ക്ക് പറ്റിയത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്കൊരു 5 ഗ്ലാസ്സോളം വെള്ളം വേണം. അതൊന്ന് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. 1 ഗ്ലാസ് അടയാണെങ്കിൽ 5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 ലിറ്റർ വെള്ളം കാണും. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഈ അട അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഈ അടയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഇതൊന്ന് കുതിർത്തിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിടുവാണെങ്കിൽ നമുക്കൊരു 10-15 അടിയായി കിട്ടും. ഇനി നമുക്കൊരു അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. നിരത്തി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതുപോലെ ഒന്ന് മെൽറ്റായി വരും. മെൽറ്റായി തുടങ്ങിയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മളിങ്ങനെ മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ഒന്നുകൂടെ കളർ കൂടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒത്തിരി തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കാരമൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 1.5 ലിറ്റർ പാലിലാണ് നമ്മൾ പായസം വെക്കുന്നത്. 1 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളമാണ് ചേർക്കാറ്. അപ്പം നമ്മൾ 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളമോ ചൂടില്ലാത്ത വെള്ളമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടില്ലാത്ത പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആ 1.5 ലിറ്റർ പാലും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാല് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. അങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കുന്ന പ്രോസസ്സ് ഞാൻ കുറച്ച് നേരത്തേക്ക് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്കൊരു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 5 ഏലയ്ക്ക, മീഡിയം വലിപ്പമുള്ള 5 ഏലയ്ക്ക അതിൻ്റെ കുരുവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ ടൈമിൽ നമ്മുടെ പാല് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ അട അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് നമുക്ക് ബാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പഞ്ചസാര ഒരു ഗ്ലാസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. ഇനി അടുത്തൊരു ഗ്ലാസ് പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 2.5 ഗ്ലാസ് പഞ്ചസാര നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു. കാരമലൈസ് ചെയ്യാനായിട്ട് 1/2 ഗ്ലാസ് എടുത്തു. ഇപ്പോൾ 2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ ടൈമിൽ നമ്മുടെ അരിയുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു വട്ടവും കൂടെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക.
ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയി കാണും. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി, നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയില്ലേ, അതങ്ങ് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ പായസപ്രേമികളായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇളക്കി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയി കാണും. നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് പായസം. നല്ലൊരു കളറും വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾ ഒത്തിരി നേരം വിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പാല് നന്നായിട്ട് കുറുകിപ്പോയി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ പിന്നെയും കുറുകും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസത്തിൽ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ തവി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പറ്റി പിടിക്കും. കണ്ടോ, ഏകദേശം ഒന്ന് ഇത് കണ്ടോ പറ്റി പിടിച്ചേക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂവും കിസ്മിസും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം നമ്മൾ ബട്ടർ ആഡ് ചെയ്തിട്ടില്ലേ നമ്മൾ പായസം പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് കാഷ്യൂവും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാഷ്യൂ ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റാം. ഇനി ഇതിലേക്ക് ഉണക്ക മുന്തിരിയാണ് ചേർക്കുന്നത്. ഞാൻ ഉണക്ക കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് പകരം വെളുത്ത മുന്തിരി നമുക്ക് ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇതായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കറുത്ത മുന്തിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുകൂടെ അങ്ങ് മാറ്റി വെക്കാം. നമ്മുടെ പായസത്തിലേക്ക് കാഷ്യൂ മുന്തിരി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് മധുരമാണ്. അപ്പോൾ ഇതൊന്നുകൂടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് പായസം കിട്ടിയേക്കുന്നത് കേട്ടോ. നന്നായിട്ട് കുറുകി അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അന്നേരം നന്നായിട്ട് കുറുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട് തവിയിലൊക്കെ പറ്റി പിടിച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. അപ്പം നന്നായിട്ട് പെർഫെക്റ്റ് പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പായസം പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ പായസം പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ 12 ഗ്ലാസ് പായസം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 200 ml ഗ്ലാസ്സിനാണെങ്കിൽ നമുക്ക് കറക്റ്റ് 12 ഗ്ലാസ് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഈ പാലട പായസം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.